ലെറ്റ്സ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 152 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയാം. സങ്കീർത്തനങ്ങൾ 127 മുതൽ 130 വരെ, 2 കൊരിന്ത്യർ 3-ാം അധ്യായം മുതൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻസേഴ്സ് റിവീൽ ചെയ്യാണ്. ആദ്യത്തെ ചോദ്യം എന്താണെന്നുള്ളത് നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതായിരുന്നു: ചെറുപ്പം മുതൽ ഉപദ്രവം നേരിട്ടത് ആർക്ക് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം ഇസ്രായേലിന്. സങ്കീർത്തനങ്ങൾ 129-ന്റെ 1-ാമത്തെ വാക്യത്തിലാണ് ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ഒരു മൃഗത്തിന്റെ പേര്, സമുദ്രത്തിന്റെ മറ്റൊരു പദം, ഒരു അളവ് ഉപകരണം, സമയം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഏകകം, പാത എന്നർത്ഥമുള്ള മറ്റൊരു പദം, ഇത്രയുമുള്ള ഒരു 5 അക്ഷര വാക്ക് ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം ആവനാഴിക. സങ്കീർത്തനങ്ങൾ 127-ന്റെ 4-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ മൃഗം എന്നുള്ളത് ആന, സമുദ്രം ആഴി, അളവ് ഉപകരണം നാഴി, സമയം അളക്കുന്ന ഒരു ഏകകം എന്ന് പറയുന്നത് നാഴിക, പാത എന്നുള്ളത് വഴി എന്നുള്ളതാണ് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: നിലത്തിൽ മണ്ണ് ഇളക്കി കൃഷി ചെയ്യുന്ന കർഷകർക്ക് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പേര്. ഉത്തരം ഉഴവുകാർ എന്നുള്ളതാണ്. സങ്കീർത്തനങ്ങൾ 129-ന്റെ 3-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ: വളർച്ച ഉണ്ടാകുന്നതിന് മുൻപേ വാടിപ്പോകുന്നത് എന്ത്? ഉത്തരം പുരപ്പുറത്തെ പുല്ല്. സങ്കീർത്തനങ്ങൾ 129-ന്റെ 6-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: ഒരു ശരീര അവയവത്തിന് പറയുന്ന മറ്റൊരു പേര്, ശരീരാവയവവും മറുപേരും എഴുതുക. ഉത്തരം ഹൃദയം, മാംസപ്പലക. 2 കൊരിന്ത്യർ 3-ന്റെ 3-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ ഹൃദയം, മാംസപ്പലക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അടുത്ത പോർഷൻസ് പറഞ്ഞു തരാം. സങ്കീർത്തനങ്ങൾ 131 മുതൽ 134 വരെ, 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ നിന്നായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുക. അപ്പൊ എല്ലാവരും വായിച്ച് റെഡി ആയിട്ടിരുന്നോളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.